ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റമിൻ സി സിറത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പോൾ വൈറ്റമിൻ സി സിറം എന്തിനാണ് ഉപയോഗിക്കുന്നത്, വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നല്ല വൈറ്റമിൻ സി സിറം തിരഞ്ഞെടുക്കാം, ആരൊക്കെയാണ് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി നമ്മൾ ഉള്ളിൽ കഴിക്കാറുണ്ട്, ഫുഡായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. അതായത് പ്രതിരോധ ശക്തി വർദ്ധിക്കാനായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യിക്കും. അതായത് നമ്മൾ ഏജ് ആകുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മുടെ സ്കിന്നിങ്ങനെ സാഗ് ചെയ്യുക, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ഭയങ്കര കരിവാളിപ്പ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഏജ് നമ്മളിങ്ങനെ പ്രായമാകും തോറും നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് ഈ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കഴിച്ചാൽ നമുക്കതൊക്കെ വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക, പപ്പായ, ഇതിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വൈറ്റമിൻ സി അടങ്ങിയ ഏതെങ്കിലും ഒരു ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നമ്മൾ പുറമേ മാത്രം കൊടുത്താൽ പോരല്ലോ, നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്കും കൊടുക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഗുണം പുറമേ ഉള്ള നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത് പോലെ തന്നെ പുറമേ ഉള്ള നമ്മുടെ സ്കിന്നിലും നമുക്ക് വൈറ്റമിൻ സി കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി സിറം. അപ്പോൾ ഈ വൈറ്റമിൻ സി സിറം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ, അതായത് നമുക്കിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്കിൻ ടോൺ, ഇപ്പോൾ ചിലർക്ക് ഈ മൗത്തിന് ചുറ്റും കുറച്ചുകൂടെ ഡാർക്കായിരിക്കും ഇവിടുത്തെ സ്കിൻ ടോണിനെ അപേക്ഷിച്ച്, ചിലർക്ക് നെറ്റിയുടെ ഈ ഒരു പോർഷനൊക്കെ കുറച്ച് ഡാർക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് കൂടുതലും നമ്മൾ ഈ ഒരുപാട് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ ചില പോർഷനിൽ ഇങ്ങനെ ടാൻ അടിക്കുന്നതാണ്. അതിങ്ങനെ പലയിടത്തും പല കളറായിട്ടൊക്കെ വരും. അപ്പോൾ പിഗ്മെൻറ്റേഷൻ, ഈ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, അതുപോലെ തന്നെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് അതായത് ഈ പിഗ്മെൻറ്റേഷനൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു ഡാർക്ക്നെസ് ഒന്ന് കുറച്ച് നമ്മുടെ ആ ഒരു സെയിം സ്കിൻ ടോണിലേക്ക് ഒന്ന് ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ അങ്ങ് വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതൊന്നും അല്ല. ഓക്കെ, അപ്പം നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് ജന്മനാ കിട്ടിയ ഒരു സ്കിൻ ടോൺ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വൈറ്റമിൻ സി സിറം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം മെയിനായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ടോൺ ആക്കാനും, അതുപോലെ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും, നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടുതലും ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന സ്കിൻ ലൈറ്റനിങ് അതുപോലെ തന്നെ ബ്രൈറ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡിസ്കളറേഷൻ മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും. ഇതിനെയൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്ത് അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി സിറം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഈ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ്? എല്ലാവരും ഉപയോഗിക്കണോ? ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഈ വൈറ്റമിൻ സി സിറം മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, ഈ സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള കരിവാളിപ്പ്, പിഗ്മെൻറ്റേഷൻ, പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ഫേസിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുകയല്ലേ, എന്നാൽ നമുക്ക് ഉപയോഗിക്കാം, നല്ലതല്ലേ, സ്കിൻ ടോൺ ഒന്നുകൂടെ ലൈറ്റൻ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് വൈറ്റമിൻ സി സിറം എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ അത്തരം പ്രശ്നങ്ങളുള്ളവരാണ് ഈ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത്. ഇനി വൈറ്റമിൻ സി സിറം എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, ഓയിലി, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വൈറ്റമിൻ സി സിറം പല കോൺസെൻട്രേഷനിൽ അവൈലബിൾ ആണ്. അതായത്
ഇതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് എന്നുണ്ട്. ചിലത് 2% കാണും, 5%, അതുപോലെ 10%, 20%, അങ്ങനെ പല പല കോൺസെൻട്രേഷനിൽ ഈ വൈറ്റമിൻ സി അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ കുറഞ്ഞ കോൺസെൻട്രേഷനുള്ള വൈറ്റമിൻ സി സെറം വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ കയറി 20% ഒക്കെ ഉള്ള വൈറ്റമിൻ സി സെറം ഒക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവാം, ഈ റെഡിഷ് ആകാം സ്കിൻ, അതുപോലെ തന്നെ പിമ്പിൾസ് വരാം, ഇങ്ങനെ ഭയങ്കര നീറ്റൽ, ചൊറിച്ചിൽ, അത്തരം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര ലോ കോൺസെൻട്രേഷനുള്ള വൈറ്റമിൻ സി സെറം വേണം നമ്മൾ ആദ്യം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോഴത്തെ ഈ മിക്കവാറുമുള്ള വൈറ്റമിൻ സി സെറത്തിലൊക്കെ വൈറ്റമിൻ സി സെറം മാത്രമല്ല, അതിൽ തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് വരും. ഇപ്പോൾ ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ ഇ, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്ന വൈറ്റമിൻ സി സെറം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ വൈറ്റമിൻ സി സെറം ഉപയോഗിക്കുമ്പം ചാടി കയറി വലിയ കോൺസെൻട്രേഷനുള്ള ഒന്നും എടുത്ത് ഉപയോഗിക്കരുത്. ചെറിയ കോൺസെൻട്രേഷൻ, ഒരു 2% to 10% വരെയുള്ള കോൺസെൻട്രേഷനിലുള്ള വൈറ്റമിൻ സി സെറമാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ എന്ത് സാധനമായാലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ട്, അത് ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് നോക്കുക. ഒരു 10-15 മിനിറ്റ് നോക്കുക. എന്തെങ്കിലും അലർജി, ചൊറിച്ചിലോ നീറ്റലോ പുകച്ചിലോ എന്തെങ്കിലുമൊക്കെ വരുന്നൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും, ഈ ഒരു ഏരിയ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി വൈറ്റമിൻ സി സിറം നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്? ഇപ്പോൾ സാധാരണ വൈറ്റമിൻ സി സിറം ബ്രാൻഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡേ ആൻഡ് നൈറ്റ് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിക്കലും അത് ഡേ ടൈമിൽ ചെയ്യാത്തതാണ് നല്ലത്. നമ്മൾ ഈ വൈറ്റമിൻ സി സിറം ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. കാരണം ഇതിട്ടിട്ട് ഇപ്പോൾ സൂര്യപ്രകാശമൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ സൺലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ സ്കിന്ന് കൂടുതൽ ടാൻ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം ഈ സൂര്യനൊക്കെ അസ്തമിച്ചതിന് ശേഷം രാത്രി ടൈമിൽ വേണം നമ്മൾ ഈ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ തന്നെ, ഇപ്പം നിങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ല എങ്കിൽ തന്നെയും ഈ സിറം നമ്മൾ പകൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇപ്പം നമ്മൾ ഈ വൈറ്റമിൻ സി ഇട്ടിട്ട് അതിൻ്റെ മേലെ സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തു പോകാം എന്നുള്ളത്, അങ്ങനെയാണെങ്കിലും അത് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും. സ്കിന്ന് ടാനാവും, നമുക്ക് ഗുണത്തേക്കാളേറെ അത് ദോഷം ചെയ്യത്തേ ഉള്ളൂ. അത് കാരണം വൈറ്റമിൻ സി സിറം എപ്പോഴും രാത്രി മാത്രം യൂസ് ചെയ്യും. ഇനി ഇത് ഏത് ഏജ് ഉള്ളവരാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു 15 to അങ്ങോട്ട് മുകളിലോട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ കോളേജിൽ പോകുന്നവരായാലും, ഇപ്പോൾ ഡെയിലി പുറത്ത് വെയിലത്തൊക്കെ നല്ല വെയിലത്തൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ വെറുതെ ഈ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തായാലും നിങ്ങൾ ടാൻ ആവും. അപ്പോൾ ഇതും ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ പുറത്തിറങ്ങി ടാൻ ആവുന്നതിനേക്കാളും നല്ലത് ഉപയോഗിക്കാത്തതാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാളിപ്പം നിങ്ങളിപ്പോൾ അധികം വെയിലത്തൊന്നും പോകാതെ ഒരു 1 വീക്കൊക്കെ വീട്ടിലിരിക്കുവാണെങ്കിൽ ആ ഒരു 1 വീക്ക് നിങ്ങൾ എല്ലാ ദിവസവും നൈറ്റ് ടൈം യൂസ് ചെയ്യുക. കുറേ വെയിലൊക്കെ കൊണ്ട് ഒരാഴ്ച ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. വെറുതെ ഇത് ഇട്ടിട്ട് പിന്നെയും എല്ലാ ദിവസവും ഇങ്ങനെ നല്ലപോലെ വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും നല്ലൊരു വൈറ്റമിൻ സി സിറം നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വൈറ്റമിൻ സി സിറം പരിചയപ്പെടുത്തി തരാം. Derma Coയുടെ 10% വൈറ്റമിൻ സി ഫേസ് സിറം. ഇത് നല്ലൊരു വൈറ്റമിൻ സി സിറമാണ്. അപ്പം ഞാൻ 2 ബോട്ടിൽ ഫുള്ള് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ബോട്ടിലാണ്. ഇതും തീരാറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വൈറ്റമിൻ സി സിറമാണ്. ഇത് കുറഞ്ഞ കോൺസെൻട്രേഷനാണ് കേട്ടോ. 10% വരുന്ന ഒരു വൈറ്റമിൻ സി സിറമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അങ്ങനെ ഇറിറ്റേഷനോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇത് നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 5% നിയാസിനമൈഡും വൈറ്റമിൻ സിയുമാണ്. അപ്പോൾ ഇത് നൈറ്റ് ടൈം ഒരു 3-4 ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന 2 ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ലേ, 5% നിയാസിനമൈഡും അതുപോലെ തന്നെ വൈറ്റമിൻ സി. ഇതിൽ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, ഡൾനെസ് ഇതൊക്കെ മാറ്റിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് തരും. അതുപോലെ തന്നെ നിയാസിനമൈഡ്
ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആക്നെ മാർക്സ്, ഡാർക്ക് സ്പോട്ട്സ് ഇതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഹൈലറോണിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങുന്ന ഈ ഒരു വൈറ്റമിൻ സി സെറം ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം വേണം. ഇതിലേക്ക് ബെറ്റാഡിൻ, നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും, ബെറ്റാഡിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ, അതിലൊരു 1/2 അടപ്പ് ബെറ്റാഡിൻ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഒരു പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറിലേക്ക് വരും ആ ഒരു വെള്ളം, അല്ലേ? ഇതിലേക്ക് നമ്മുടെ വൈറ്റമിൻ സി സെറം, നിങ്ങൾ ഏത് വൈറ്റമിൻ സി സെറമാണോ വാങ്ങുന്നത് അതെടുത്തിട്ട് ഒരു 3-4 ഡ്രോപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1-2 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ബ്രൗൺ ഷെയ്ഡ്, വെള്ളത്തിൻ്റെ ഒരു ബ്രൗൺ കളറ് മാറിയിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ വൈറ്റമിൻ സി സെറം എഫക്റ്റീവാണ്. ഇനി മാറുന്നില്ല, അത് ബ്രൗൺ കളറായിട്ട് തന്നെ ഇരിക്കുവാണ്, അല്ലെങ്കിൽ കുറേ സമയമായിട്ടും മാറുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് എഫക്റ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ മേടിക്കുന്ന വൈറ്റമിൻ സി സെറം എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ എഫക്റ്റീവ് അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി വൈറ്റമിൻ സി സിറം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ സി സിറം ഇട്ടിട്ട് വെയിലത്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നൈറ്റ് ടൈം ഉപയോഗിക്കുക. വൈറ്റമിൻ സി സിറം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കുക. അതിനുശേഷം മാത്രം സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പകൽ ടൈം നിങ്ങൾ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. നിങ്ങളിപ്പോൾ പുറത്ത് വെയിലത്തോട്ട് ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് കഴുകി മോയ്സ്ചറൈസർ ഇട്ട് അതിൻ്റെ മേലെയായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഡെർമാ കോയുടെ തന്നെ 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ അക്വാ ജെൽ. ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇതിൽ SPF 50 PA++++ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്ന 2 ഇൻഗ്രീഡിയൻസ് ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ ഇയും ആണ്. അപ്പോൾ ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന UVA ആൻഡ് UVB റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കൂടാതെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഡെർമാ കോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഡെർമാ കോയുടെ ഈ ഒരു വൈറ്റമിൻ സി സെറം മേടിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ സൺസ്ക്രീനും. അപ്പോൾ ഇവരുടെ പ്രോഡക്ട്സ് ഡെർമാ കോയുടെ സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ഇവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഡെർമാ കോയുടെ സൈറ്റിൽ നിന്ന് മേടിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് മേടിക്കുവാണെങ്കിൽ 20% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കിത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെർമാ കോയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡർ ഒരു കുട്ടിയായിട്ട് ലിങ്ക് ചെയ്ത് അതിൽ നിന്നും ഒരു പ്രോഫിറ്റ് ആ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, അലോങ് വിത്ത് ഭൂമി. അങ്ങനെ ഒരു വർഷം 10,000-ലധികം കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നു എന്നുള്ളൊരു സോഷ്യൽ റെസ്പോൺസിബിളായ കാര്യം കൂടെ ഡെർമാ കോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വൈറ്റമിൻ സി സെറം അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് എങ്ങനെ വൈറ്റമിൻ സി സെറം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് തന്നെ എടുക്കാം. അതിൽ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, പപ്പായ ഇതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഉള്ളിൽ കഴിക്കുന്നത് വളരെ ഗുണമാണ്. നമുക്ക് പുറമെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പായ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പൾപ്പ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അത് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ നമുക്ക് കിട്ടും. അതുപോലെ ഓറഞ്ച്, അതിൻ്റെ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നാരങ്ങ എന്ന് പറയുമ്പോൾ അതിൽ എന്താ പറയുക, ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്ന്, ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് അത്ര സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഒരു 1-2 ഡ്രോപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കുകളിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഈ നാരങ്ങ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കില്ലേ, അതൊക്കെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ പപ്പായ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഓറഞ്ച്, അതിൻ്റെ നീര് നമുക്ക് വേണമെങ്കിൽ പാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വെറുതെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നെല്ലിക്കയുടെ നീരും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പാക്കിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് വൈറ്റമിൻ സി സിറം ഈ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.